അങ്ങനെ നമ്മുടെ ആരൺകുട്ടൻ കോളേജിൽ പോയി. ആരണിന് സെം എക്സാമാണ്. അപ്പോൾ 6:30 ആരൺ പോകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് പോകുന്നത്. കാരണം കോളേജിൽ ചെന്നിട്ട് കഴിച്ചിട്ട് പരീക്ഷ എഴുതിക്കോളാം. ഞാൻ തിങ്കളാഴ്ച പരീക്ഷ തുടങ്ങിയത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം 4 മണിക്ക് ഉണർന്നിട്ട് 4:30 ആയപ്പോൾ എഴുന്നേറ്റു. 4 ഉണർന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് 4:30 ആയപ്പോൾ എഴുന്നേറ്റു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് അതുകൊണ്ട് ഞാൻ 5:30 എഴുന്നേറ്റു. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി, പാലൊക്കെ കാച്ചി, ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ആരണിന് ടിഫിനൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇനിയിപ്പം വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു, പല്ലൊക്കെ തേച്ചു, ചായയൊക്കെ കുടിച്ചു. ഇനി ദോശയും സാമ്പാറും ഒക്കെ ഞാനൊരിച്ചിരി 9 മണിയൊക്കെ ആയിട്ടേ കഴിക്കുന്നുള്ളൂ. ചായ കുടിച്ചുകൊണ്ട് വിശപ്പില്ല. അപ്പോൾ ഞാനിനി ചോറൊക്കെ വെച്ചു. ചോറ് അടുപ്പത്ത് കിടപ്പുണ്ട് കണ്ടോ. അരിമൂത വെള്ളം കുറച്ചുകൂടെ ഉണ്ടാക്കി. ആരണിന് വേണ്ടി രാവിലെ ശകല ഉണ്ടാക്കിയുള്ളായിരുന്നു. ഇപ്പം അടുത്തത് വെച്ചിരിക്കുക. പിന്നെ ഇനി എനിക്ക് പ്രാർത്ഥിക്കുക. പിന്നെ വേറെ ചോറ് വെന്ത് കഴിയുമ്പോൾ അത് വാർക്കുക. സാമ്പാറുണ്ട്, എനിക്ക് ഉണക്കമീനുണ്ട്, ആരണിന് പപ്പടമുണ്ട്, പിന്നെ മുട്ടയും പൊരിച്ചു കൊടുക്കും. വേറെ മെഴുക്കുവരട്ടിയും തോരനും ഒന്നും വെക്കുന്നില്ല. ആരൺ കഴിക്കത്തില്ല. ആരണ് പപ്പടവും സാമ്പാറും മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ മതി. എനിക്ക് ഉണക്കമീനും സാമ്പാറും മതി. പിന്നെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. തൂരും വാരും തുടയൊക്കെ ഇന്നലെ വൈകുന്നേരം ഞാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇനി അതുമില്ല. ഇനി കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ആരൺ വരുന്നവരെ റെസ്റ്റ് എടുക്കും. അടുക്കളയിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങുന്ന കാരണം സുഖമാണ്. ഈ അടുക്കളയിൽ നമുക്കെല്ലാം നിൽക്കാൻ പറ്റിയല്ലോ, ചൂടാണ്. ഇനി ആരൺ വരുന്നവരെ റെസ്റ്റ് എടുക്കുക. ആരൺ 12:30 ആകുമ്പോൾ വരും. 12 വരെ പരീക്ഷയുള്ളൂ. അപ്പോൾ ആരൺ വരുമ്പോൾ നാരങ്ങാ വെള്ളം ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1:30 ആകുമ്പോൾ 2 ആകുമ്പോഴേ ഞങ്ങൾ ചോറുണ്ണത്തുള്ളൂ. നാരങ്ങാ വെള്ളം കുടിച്ചാൽ പിന്നെ വിശപ്പില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞാൻ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ച് മെടുക്കത്തിയായിട്ട് ഒരു 4 തൊട്ട് 5 വരെ പിന്നെ റെസ്റ്റ് എടുക്കും. 5 ആകുമ്പം പിന്നെയും കുളിയും നനയും ബാക്കി കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോവും ഇന്നത്തെ ദിവസം. ദൈവം സഹായിക്കട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല അടിപൊളി സാമ്പാറുണ്ടോ. സൂപ്പർ സാമ്പാർ. വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, കിഴങ്ങ്, തക്കാളി. പിന്നെ വലിയ ആനപ്പപ്പടം.